ആ മുസഫർ നഗറിൽ കർഷകരും തൊഴിലാളികളും യോജിച്ചുകൊണ്ട് പറഞ്ഞത്, നമ്മൾ ഹിന്ദുക്കളോ മുസ്ലിമോ സിഖോ ക്രിസ്ത്യാനോ അല്ല, നമ്മൾ കർഷകരും തൊഴിലാളികളുമാണ്. ഈ ഇന്ത്യയെ കെട്ടി ഉയർത്തിയത് കർഷകരും തൊഴിലാളികളുമാണ്. നമ്മൾ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ വിള്ളൽ ഉണ്ടാവാൻ പാടില്ല, അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 380 ദിവസം കൊടും കാറ്റിലും കൊടും ചൂടിലും മഴയത്തും നടന്ന ഒരു സമരമാണ്. 736 സമരസഖാക്കളാണ് മരിച്ചു വീണത് ആ സമരത്തിനിടയിൽ. അങ്ങനെ ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. ആ സമരം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. അത് വിജയിച്ചത് നരേന്ദ്രമോദി മുട്ട് മടക്കിക്കൊണ്ട് ഈ 3 കർഷകദ്രോഹ നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നു. കർഷകർ എന്തുകൊണ്ട് സമരമുഖത്ത്? ആത്മഹത്യ ചെയ്യുന്ന കർഷകർ. ഞാൻ ഈ വിദർഭയിൽ യാത്രക്കിടയിൽ കണ്ടത് എന്താണ്? സോയാബീനാണ് കൃഷി ചെയ്യുന്നത്. സോയാബീനിന് 5300 മറ്റോ താങ്ങുവിലയുണ്ട്. പക്ഷെ കർഷകർക്ക് ഒരു ക്വിന്റലിന് കർഷകർക്ക് 4000 രൂപയാണ് കിട്ടുന്നത്. കോർപ്പറേറ്റുകൾ സോയാബീനിന്റെ പച്ച സോയാബീൻ 1 കിലോ 1400 വിൽക്കുന്നുണ്ട്, എടമാമേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു ക്വിന്റലിന് എത്ര? 1,40,000 രൂപ അല്ലെ? എന്റെ കണക്ക് ശരിയാണെങ്കിൽ 1,40,000 രൂപ ഒരു ക്വിന്റലിന്. കർഷകന് 4000, കോർപ്പറേറ്റുകൾക്ക് അദാനിയും അംബാനിയും അതുമാതിരി കോർപ്പറേറ്റുകൾക്ക് 1,40,000. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയാണ് ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയിലെ കർഷകരും തൊഴിലാളികളും അവരുടെ ഐക്യം തുടർന്നാൽ അങ്ങനെ ഒരു വ്യവസ്ഥ നിലനിൽക്കില്ല. അതിൽ ഒരു വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് ഒരു വിള്ളൽ കൊണ്ടുവരണം. ബ്രിട്ടീഷുകാർ മുമ്പ് നടത്തിയ മാതിരി ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി, വിഭജിച്ചുകൊണ്ട് ഭരിക്കാനുള്ള ഒരു ശ്രമം അതാണ് നടത്തുന്നത്. അതിനെതിരെയാണ് നമ്മൾ ഈ ഉയർത്തിക്കൊണ്ടുവരുന്ന സമരം. തീർച്ചയായിട്ടും ഇന്നിവിടെ സംസാരിക്കുന്ന സഖാക്കൾ വളരെ പ്രഗത്ഭരായ സഖാക്കൾ, അവർ ഇതിന്റെ മറ്റ് വിഷയങ്ങളിലോട്ടൊക്കെ കടക്കും. പക്ഷെ നമ്മൾ അന്ന് ആ സമരം നടത്തിയപ്പോ ഒരു കാര്യം, സോവിയറ്റ് യൂണിയൻ കൊലാപ്സിന് ശേഷം കമ്മ്യൂണിസത്തിന് ഒരു ഭാവിയില്ല, സോഷ്യലിസത്തിന് ഒരു ഭാവിയില്ല എന്ന് പ്രവചിച്ചുകൊണ്ടിരുന്ന നിരവധി ആൾക്കാരുണ്ട്. ത്രിപുരയിൽ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ തോൽവി നേരിട്ടപ്പോൾ ഇടതുപക്ഷത്തിന് ഇനി ഭാവിയില്ല ഇന്ത്യയിൽ എന്ന് പ്രവചിച്ചവർ നിരവധി. ത്രിപുരയിൽ തോൽവിക്ക് ശേഷമാണ് നാസിക്കിൽ നിന്ന് മുംബൈയിലോട്ട് 50,000-ത്തിലധികം ആൾക്കാർ 186 കിലോമീറ്റർ ചോരയൊലിക്കുന്ന കാലുകളുമായി, വിണ്ടുകീറിയ കാലുകളുമായി നടന്നുകൊണ്ട് അവിടുത്തെ ദേവേന്ദ്ര ഫഡ്നവിസ് സർക്കാർ, BJP സർക്കാരിനെ മുട്ട് കുത്തിച്ച് എല്ലാ 12 ആവശ്യങ്ങളും നേടിയെടുത്തത്. അങ്ങനെ ഒരു സമരം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഈ സമരം വിജയിച്ചപ്പോൾ നോം ചോംസ്കി ഈ സമരത്തെ പറ്റി പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് എ വിക്ടറി ഓൺലി ഫോർ ഇന്ത്യൻ ഫാമേഴ്സ്, ഇറ്റ് ഈസ് എ ബീക്കൺ ഓഫ് ഹോപ്പ് ഫോർ ഓൾ ദോസ് ഹു ആർ സ്ട്രഗ്ലിംഗ് അഗൻസ്റ്റ് ഫാസിസം, അഗൻസ്റ്റ് ക്യാപിറ്റലിസം എന്നാണ് നോം ചോംസ്കി പറഞ്ഞത്. മുതലാളിത്വത്തിന്റെ ചൂഷണത്തിനെതിരെയും ഫാസിസത്തിനെതിരെയും പൊരുതുന്നവർക്ക്, അധ്വാനിക്കുന്നവർക്ക് ഒരു പുത്തൻ ഉണർവ് നൽകുന്ന പ്രതീക്ഷയുടെ വിളക്കാണ് എന്നാണ് ഈ സമരത്തെ പറ്റി പറഞ്ഞത്. ആ സമരം വിജയിക്കാൻ കാരണം നമ്മുടെ ആ ഐക്യമായിരുന്നു. ആ ഐക്യത്തെ ഭയക്കുന്നവരാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. അവരുടെ ബുൾഡോസറുകൾക്ക് മുന്നിൽ കർഷകരുടെയും നമ്മുടെ ചെങ്കൊടികൾ അതിന് ചെറുത്ത് തോൽപ്പിക്കുന്ന ഒരിതാണ് കാണുന്നത്. അത് ഈ സമരമായാലും ഗ്രേറ്റർ നോയിഡയിൽ യോഗി ആദിത്യനാഥിന്റെ സർക്കാരുള്ള ഉത്തർപ്രദേശിൽ കർഷകർ നേടിയെടുത്ത വിജയവും മറ്റും അങ്ങനെയാണ്. അത് അന്ന് ആ സമരത്തിനിടയിൽ തമിഴ്നാട്ടിൽ നിന്ന് നിരവധി കർഷകർ, കേരളത്തിൽ നിന്നും ഇവിടെയും ഇന്ന് രാവിലെ
നമ്മുടെ ഒരു സഖാവ് ആ സമരത്തിൽ കൊടും തണുപ്പിൽ അവിടെ ഡൽഹി വന്ന് സമരത്തിൽ പങ്കെടുത്ത ഒരു സഖാവിനെ ഇവിടെ കാണാനുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന സഖാക്കൾ നമ്മളോട് പറയാറുണ്ട്. സുബ്രഹ്മണ്യ ഭാരതിയാരുടെ കവിത ചൊല്ലിക്കൊണ്ട്, ഉച്ചിമേട് വാനിടിந்து വീഴുകിன்ற പോകിലും അച്ചമില്ലൈ അച്ചമില്ലൈ അച്ചമില്ലൈ. ഈ ആകാശം തന്നെ ഇടിഞ്ഞു വീണാലും ഭയമില്ല ഭയമില്ല ഭയമില്ല. നമ്മുടെ ഈ ഐക്യം കാരണം ഭയത്തിന്മേൽ വിജയം നേടിക്കൊണ്ട് ശത്രുഹൃദയങ്ങളിൽ ഭയം വിതച്ചുകൊണ്ട് നേടിയെടുത്ത ഒരു വിജയമാണ്. അപ്പൊ അങ്ങനെ ഒരു വിജയം നേടിയെടുക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഇന്ന് ഭരണഘടനയും ജനാധിപത്യത്തെയും സെക്യുലറിസത്തെയും ഫെഡറലിസത്തെയും എല്ലാത്തിനെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു ന്യൂ ഫാസിസ്റ്റ് ടെൻഡൻസി ഉള്ള ഒരു സർക്കാരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പൊ അതിനെതിരെ, ഈ വർഗീയ ശക്തികൾക്കെതിരെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ഒരു ഐക്യം സൃഷ്ടിക്കേണ്ടതുണ്ട്. അധ്വാനിക്കുന്നവരുടെയും കർഷകരുടെയും ജീവൻ മരണ വിഷയങ്ങൾ സജീവമായി ഇടപെട്ടുകൊണ്ട് ഒരു ബദൽ രാഷ്ട്രീയത്തിലോട്ട് നമ്മൾ അവരെ നയിക്കേണ്ടതുണ്ട്. അതിൽ EMS കാട്ടിയ വഴി നമ്മൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഒരു സഹായമായിരിക്കും. ഇറ്റ് വിൽ ബി, ചോംസ്കി പറഞ്ഞ മാതിരി, EMSന്റെ പ്രവർത്തനങ്ങളും എഴുത്തുകളും is a beacon of hope for all of us. That will save our country. അത് ഇന്ത്യയെ സംരക്ഷിക്കും, ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കും, ഇന്ത്യൻ ജനാധിപത്യത്തെയും സെക്യുലറിസത്തെയും ഫെഡറലിസത്തെയും സംരക്ഷിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.